നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വൃത്തമുണ്ടെന്ന് കരുതുക. അതൊരു $1 മില്യൺ. ശരി, ഒരു വലിയ തുക തന്നെയാണല്ലോ അത്. അതെ. ഇനി അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള മറ്റൊരു വൃത്തം സങ്കൽപ്പിക്കുക. അത് 10 മില്യൺ. അങ്ങനെ 50, 100 മില്യൺ. ഒടുവിൽ വളരെ വലിയൊരു വൃത്തം, അതായത് $1 ബില്യൺ. ഓ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ഭ്രമം തോന്നും. അതെ, നമ്മുടെയൊക്കെ തല കറങ്ങും അല്ലേ? എന്നാൽ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ആസ്തി ഈ $1 ബില്യൺ 117 ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ശരിക്കും അവിശ്വസനീയമായൊരു കണക്കാണത്. നമ്മളിൽ പലരും എടുത്ത ബാങ്ക് ലോണുകൾ എങ്ങനെ അടച്ചു തീർക്കുമെന്നും മാസാന്ത്യത്തിലുള്ള ചെലവുകൾ എങ്ങനെ നേരിടുമെന്നും ആലോചിച്ച് ബുദ്ധിമുട്ടുമ്പോഴാണിത്. ചിലർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോ ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. യൂട്യൂബർ ജെയിംസ് ജാനിയുടെ ദ അൺടോൾഡ് ട്രൂത്ത് അബൌട്ട് മണി എന്ന അതിഗംഭീരമായ വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം. തീർച്ചയായും. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ ധാരണകളെ തിരുത്തിക്കുറിച്ച് സമ്പത്ത് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിലെ യഥാർത്ഥ ശാസ്ത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈയൊരു അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ? അതെ, ഇതൊരു പെട്ടെന്ന് പണക്കാരനാകാനുള്ള തട്ടിപ്പ് വഴിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമോ ഒന്നുമല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. സാധാരണയായി പലരും കരുതുന്നത് വലിയ സമ്പത്തെന്നത് വെറുമൊരു ഭാഗ്യമോ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കുന്നതോ ആണെന്നാണല്ലോ. അതാണ് പലരുടെയും ധാരണ. അതുമല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും. എന്നാൽ യഥാർത്ഥത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുക എന്നതിന് കൃത്യമായ ഒരു സമവാക്യം, അതായത് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ? അതെ. ആ സമവാക്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലാണ് ഒരാളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിലെ മാറ്റം തുടങ്ങുന്നത്. അപ്പോൾ ആ മാറ്റം വരണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലെ ചില തെറ്റായ ധാരണകൾ മാറേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പന്നനാവുക എന്നത് അസാധ്യമാണെന്ന് നാം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടും വിദ്യാഭ്യാസ സമ്പ്രദായവും ഒക്കെ നമ്മെ പഠിപ്പിച്ചത് അത്തരം ചില പാഠങ്ങളാണ് എന്നതാണ് സത്യം. അതെ. ഉദാഹരണത്തിന് ഹോളിവുഡ് സിനിമകളോ നോവലുകളോ എടുത്തു നോക്കൂ. അതിലെപ്പോഴും സമ്പന്നരെ വഞ്ചകരും ദുഷ്ടരുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശരിയാണ്. അതൊരു വില്ലൻ പരിവേഷമാണ് അവർക്കെപ്പോഴും കൊടുക്കാറുള്ളത്. ഇത് കണ്ടു വളരുന്ന നമ്മളും സ്വാഭാവികമായും വിചാരിക്കും, അത്രയും വലിയ പണമുണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും കുറുക്കുവഴികളോ ചതിയോ ചെയ്തേ മതിയാകൂ എന്ന്. പണമെന്നത് തിന്മയാണെന്നൊരു തോന്നൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. വെൽത്ത് എക്സ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലെ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഈ വാദം പൂർണ്ണമായും പൊളിയും. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ആ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് $30 മില്യൺ മുകളിൽ ആസ്തിയുള്ളവരിൽ 68% സ്വന്തം പ്രയത്നം കൊണ്ട് താഴെത്തട്ടിൽ നിന്നും മുന്നേറിയവരാണ്. വാവ്, 68%! അതൊരു വലിയ സംഖ്യയാണല്ലോ. അതെ. വാറൻ ബഫറ്റ്, ഓപ്ര വിൻഫ്രി, എലോൺ മാസ്ക്, സാറ ബ്ലേക്ക്ലി ഇവരെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇവരൊന്നും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവരല്ല. അപ്പൊ പിന്നെ എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ സമവാക്യം. ഈ സമവാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതൽ സ്കൂളുകളിൽ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പഴയ ദ്വിമാന സമവാക്യമുണ്ട്. അതായത് സമയം നൽകി പണം നേടുക എന്നാണോ? കൃത്യമായിട്ട്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, ഒരു ജോലി നേടുക, അവിടെ നിങ്ങളുടെ സമയം കൊടുത്ത് ശമ്പളം വാങ്ങുക. ഇത് ശരിക്കും ഒരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെയുള്ളൊരു ഏർപ്പാടാണ്. തീർച്ചയായും. നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് ഓടുകയാണ്. അതെ, നമ്മൾ വിയർപ്പൊഴുക്കി അതിവേഗം ഓടുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങും എത്തുന്നില്ല. കണക്കുകൾ വെച്ച് നോക്കിയാണെങ്കിൽ മണിക്കൂറിന് $20 വെച്ച് ആഴ്ചയിൽ 40 മണിക്കൂർ ഒരാൾ ജോലി ചെയ്താൽ അയാൾക്ക് $1 മില്യൺ നേടാൻ എത്ര സമയമെടുക്കുമെന്നറിയാമോ? എത്ര വർഷം വരും അത്? ഏകദേശം 24 വർഷം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ സമയമാണ് വെറുമൊരു $1 മില്യൺ വേണ്ടി വിൽക്കുന്നത്.
ആ 24 വർഷമെന്ന് പറയുന്നത് പോലും ഒരു തികഞ്ഞ മിഥ്യയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം ഈ കണക്കുകൂട്ടലിൽ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതിയും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും, അതായത് പണപ്പെരുപ്പവും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓ, ശരിയാണല്ലോ. അതും കൂടെ വരുമ്പോ ഈ കാലയളവ് ഇനിയും നീളും. അതെ, അവ കൂടി കണക്കിലെടുത്താൽ ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും ആ തുകയിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും നിർണായകമായ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. എന്താണത്? സമയമെന്നത് ഒരിക്കലും തിരികെ ലഭിക്കാത്ത വളരെ പരിമിതമായ ഒരു വിഭവമാണ് എന്നതാണ്. നമ്മുടെ യൗവനവും ഊർജവും മുഴുവൻ വിറ്റുതുലച്ചതിനു ശേഷം വാർദ്ധക്യത്തിൽ മാത്രം ലഭിക്കുന്ന ഈ സമ്പത്തുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തു പ്രയോജനമാണുള്ളത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഈ സമയം നൽകി പണം നേടുന്ന രീതി അടിസ്ഥാനപരമായി തന്നെ തെറ്റാണെങ്കിൽ പിന്നെന്താണ് ശരിയായ വഴി? അവിടെയാണ് നമ്മൾ അധ്വാനത്തിൽ നിന്ന് മൂല്യത്തിലേക്ക്, അതായത് പെർസീവ്ഡ് വാല്യൂവിലേക്ക് മാറേണ്ടത്. നിങ്ങളുടെ അധ്വാനത്തിന്റെ അളവിൽ നിന്നല്ല ഈ സമവാക്യം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിൽ നിന്നാണ്? വിപണി അല്ലെങ്കിൽ ഉപഭോക്താക്കൾ നിങ്ങളുടെ സേവനത്തിനോ ഉൽപ്പന്നത്തിനോ കൽപ്പിക്കുന്ന മൂല്യത്തിൽ നിന്നാണ് യഥാർത്ഥ വരുമാനം ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ സമവാക്യം. ഒരു നിമിഷം, അവിടെ എനിക്ക് ശക്തമായൊരു എതിർപ്പുണ്ട്. ഈ വിപണി കാണുന്ന മൂല്യം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊട്ടും ന്യായമല്ലല്ലോ. ന്യായമല്ല എന്ന് തോന്നാൻ കാരണമെന്താണ്? അല്ല, ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ശുചീകരണ തൊഴിലാളിക്ക് എന്തുകൊണ്ട് ഒരു അക്കൗണ്ടന്റിനേക്കാൾ കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നു? അയാൾ ചെയ്യുന്ന കായിക അധ്വാനത്തിന് ഒരു വിലയുമില്ലേ? 60 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തിട്ടും പണമില്ലാത്തൊരാളോടിത് പറയുന്നത് ക്രൂരമല്ലേ? നമ്മൾ വികാരപരമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആ ചോദ്യം 100% ശരിയാണ്. ആർക്കും ദേഷ്യം വരുന്നൊരു കാര്യമാണിത്. എന്നാൽ ഇതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത എന്താണെന്നാൽ, എന്താണ് ആ വസ്തുത? ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ഒരാളുടെ കഠിനാധ്വാനത്തിനല്ല ഒരിക്കലും പ്രതിഫലം ലഭിക്കുന്നത്, മറിച്ച് വിപണിയിലെ ഡിമാൻഡിനും സപ്ലൈക്കുമാണ്. വിപണി ഒരിക്കലും വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതായത് ആളുകളുടെ ആവശ്യകതയാണ് അവിടെ പ്രധാനമെന്ന്. അതെ. ഉദാഹരണത്തിന്, ഫുട്ബോൾ കളിക്കാർക്ക് ലക്ഷക്കണക്കിന് ഡോളർ പ്രതിഫലം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? വിപണിക്ക്, അതായത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ആ വിനോദത്തിനോടുള്ള അതിയായ താൽപ്പര്യം കൊണ്ടാണത്. അവരൊരു വലിയ ഡിമാൻഡാണ് അവിടെ നിറവേറ്റുന്നത്. കൃത്യമായിട്ട്. ഇനി നിങ്ങളുടെ ശുചീകരണ തൊഴിലാളിയുടെ കാര്യമെടുത്താൽ, അയാൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അയാളെ എളുപ്പത്തിൽ മാറ്റി പകരം മറ്റൊരാളെ നിയമിക്കാൻ സാധിക്കും. ആ ജോലി ചെയ്യാൻ വലിയ പരിശീലനം ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലേ? അതെ, സപ്ലൈ കൂടുതലാണവിടെ. എന്നാൽ വർഷങ്ങൾ പഠിച്ചൊരു അക്കൗണ്ടന്റ് ഉപഭോക്താക്കൾക്ക് നികുതി ഇനത്തിൽ വലിയ തുക ലാഭിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ അക്കൗണ്ടന്റിന്റെ മൂല്യം കൂടുതലാണ്. അയാളെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. അപ്പോ ഇതിൽ നിന്നുള്ള പ്രധാന പാഠമെന്നത് പണത്തിന് പിന്നാലെ പോകാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോവുക എന്നതാണല്ലേ? വലിയ പ്രശ്നം പരിഹരിച്ചാൽ വലിയ തുക പ്രതിഫലമായി ലഭിക്കും. അതാണ് കാര്യം. $1 മില്യൺ പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് $1 മില്യൺ പ്രതിഫലം ലഭിക്കും. ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമാണെങ്കിലോ അതിനനുസരിച്ച് പ്രതിഫലവും കൂടും. അപ്പോൾ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതിയോ? നിങ്ങളുടെ ഈ പരിഹാരത്തെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റുന്നതെങ്ങനെയാണ്? ആമസോൺ എന്ന കമ്പനിയുടെ കാര്യം തന്നെ എടുക്കാം. അവർ ആളുകളുടെ ഷോപ്പിംഗ് ബുദ്ധിമുട്ടുകൾ, സാധനങ്ങൾക്കായി ആഴ്ചകളോളം കാത്തിരിക്കുന്ന അവസ്ഥ ഒക്കെ പരിഹരിച്ചു അല്ലേ? അതെ, ആ വലിയ പ്രശ്നങ്ങൾ വളരെ വിശാലമായ രീതിയിൽ പരിഹരിച്ചതുകൊണ്ടാണ് അവർ ബില്യൺ കണക്കിന് ഡോളർ ഉണ്ടാക്കുന്നത്. അവർ അത് സ്കെയിൽ ചെയ്തു. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈ സ്കെയിലബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ, ഇപ്പം ഞാൻ മണിക്കൂറിന് $100 ഫീസ് വാങ്ങുന്ന ഒരു യോഗാധ്യാപകനാണെങ്കിൽ ഞാൻ ഒരു പ്രശ്നമല്ലേ അവിടെ പരിഹരിക്കുന്നത്? പിന്നെന്താണ് കുഴപ്പം? നിങ്ങൾ അവിടെ ഉയർന്ന മൂല്യമുള്ള പ്രശ്നം പരിഹരിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. നിങ്ങൾക്ക് വലിയ പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ബിസിനസ് അല്ല. ബിസിനസിന്റെ രൂപത്തിലുള്ള മറ്റൊരു ജോലി മാത്രമാണത്. കാരണം നിങ്ങളുടെ വരുമാനം അവിടെയും നിങ്ങളുടെ സമയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനൊരു പരിധിയുണ്ട്. ഓ, ഞാൻ എത്ര വലിയ പ്രൊഫഷണൽ ആണെങ്കിലും ഞാൻ വീണ്ടും ആ പഴയ ദ്വിമാന സമവാക്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണല്ലേ? അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് 24 മണിക്കൂറും ലഭ്യമായ, ഒരിക്കൽ മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയാവുന്ന ഒരു ഓൺലൈൻ യോഗ കോഴ്സ് ഉണ്ടാക്കുക എന്നതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ
അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് പോലെ? അതെ. അങ്ങനെയാണെങ്കിൽ അത് അനന്തമായി ലോകമെമ്പാടുമുള്ള ആളുകളിലേക്കെത്തും. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ കോഴ്സ് ആളുകൾ വാങ്ങും. അതാണ് സ്കെയിലബിളായ ബിസിനസ്. ശരിക്കും. ഇതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ള ആ ഒരു ഈഗോ മാറ്റിവെക്കുന്നതിനെ കുറിച്ചാണോ? കൃത്യമായിട്ട്. പലരും പരാജയപ്പെടുന്നത് ഈ ഈഗോ കൊണ്ടാണ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഈഗോ മാറ്റിവെച്ച് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ ജോലിക്ക് വെക്കുക. അപ്പോ നമ്മൾ അതിലൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ബിസിനസ് ഒരു യന്ത്രം പോലെ സുഗമമായി പ്രവർത്തിക്കൂ, അല്ലേ? അതെ. നിങ്ങളൊരു ഓപ്പറേറ്റർ സ്ഥാനത്ത് നിന്നും മാറി ഒരു ഓണർ സ്ഥാനത്തേക്ക് വരണം. ഇതൊരു വലിയ ചിന്താമാറ്റം തന്നെയാണ്. അപ്പോൾ പണം എങ്ങനെയുണ്ടാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ വലിയ യാത്രയുടെ അന്തിമ ലക്ഷ്യമെന്താണ്? നമ്മളെപ്പോഴും ഈ ബിസിനസ്സും നടത്തി ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല. വിജയകരമായ ഒരു ബിസിനസ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് മുന്നിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്നുകിൽ അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന് പാസീവായി വരുമാനം നേടുക. ബിസിനസ് തനിയെ നടക്കും. അല്ലെങ്കിൽ അത് വലിയൊരു തുകയ്ക്ക് വിൽക്കുക. ഇതിനെ അക്വസിഷൻ എന്നു പറയും. ഇവിടെയാണ് കാര്യം കൂടുതൽ രസകരമാവുന്നത്. ഇൻസ്റ്റാഗ്രാമിനെ ഫേസ്ബുക്ക് $1 ബില്യൺ വാങ്ങിയത് നമ്മൾ കേട്ടതാണല്ലോ. വെറും കുറച്ച് ജീവനക്കാർ മാത്രമുണ്ടായിരുന്ന കമ്പനിയാണത്. അതെ. അതുപോലെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ പേപാൽ ഈബേക്ക് $1.5 ബില്യൺ വിറ്റപ്പോൾ എലോൺ മസ്കിന് ഒറ്റയടിക്ക് $165 മില്യൺ ലഭിച്ചതും വലിയൊരു സംഭവമായിരുന്നല്ലോ. അതാണ് ഈ ബിസിനസ് യാത്രയുടെ ഏറ്റവും വലിയ പ്രതിഫലം. എന്നാൽ ഈ ആശയങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്കും ബാധകമാണ് എന്നതാണ് ഇതിലെ നിർണായക വീക്ഷണം. അതായത് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് പ്രയോജനപ്പെടുമെന്നാണോ? അതെങ്ങനെയാണ്? നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൂല്യം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അതായത് കമ്പനിയുടെ പ്രശ്നങ്ങൾ നമ്മൾ സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശ്രമിക്കണം. അതെ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഉയർന്ന ശമ്പളം വിലപേശി വാങ്ങാനും കമ്പനിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറാനും സാധിക്കും. അവിടെയും നിങ്ങൾ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണുന്നത്. ആഹാ, ഇവിടെയാണ് കാര്യം കൂടുതൽ രസകരമാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ പണത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വെറുമൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കടലാസ് മാത്രമാണ്. ആത്യന്തികമായി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടാത്ത സമയം എന്ന വിഭവത്തെക്കുറിച്ചും ഉള്ളതാണ്, അല്ലേ? 100% ശരിയാണ്. ആത്യന്തികമായ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, പണത്തിന് പിന്നാലെ പോകാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പിന്നാലെ പോവുക എന്നതാണ്. ജെയിംസ് ജാനിയുടെ ഈ സന്ദേശം വളരെ വലുതാണ്. തീർച്ചയായും. ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്. അതിനർത്ഥം ലോകം മുഴുവൻ അവസരങ്ങളുമാണ് എന്നാണ്. അതെ. ഇന്നത്തെ ഈ വിശകലനം നിങ്ങളുടെ ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകളെയും പരാതികളെയും പുതിയൊരു കണ്ണിലൂടെ കാണാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആളുകൾ പരാതിപ്പെടുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് മുന്നിലുള്ള പുതിയൊരു അവസരമാണ്. അതെ. ആ അവസരങ്ങൾ തിരിച്ചറിയുകയാണ് പ്രധാനം. എന്തായാലും ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ വക നൽകുന്ന പുതിയൊരു ചോദ്യം കൂടി നിങ്ങൾക്കായി മാറ്റിവെക്കുകയാണ്. ഒരു മികച്ച ചോദ്യം തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും. നമ്മൾ കണ്ടു, സമയമെന്നത് ഏറ്റവും വിലപ്പെട്ട വിഭവമാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണ് നാം സമ്പത്തും സമയവും തിരികെ നേടുന്നതെന്നും. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഇന്ന് അതിവേഗം ഇത്തരം പല പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വളരെ ശരിയായൊരു നിരീക്ഷണമാണ്. അപ്പോ ഈയൊരു സാഹചര്യത്തിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ മനുഷ്യന്റെ മൂല്യം, അതായത് ഈ പെർസീവ്ഡ് വാല്യൂ, എങ്ങനെയായിരിക്കും നിർണ്ണയിക്കപ്പെടുക? AIക്ക് ചെയ്യാൻ കഴിയാത്ത ഏതു തരം പ്രശ്നങ്ങളായിരിക്കും നാളെ നിങ്ങൾക്ക് വലിയ സമ്പത്ത് നേടിത്തരിക? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഇതൊരു വലിയ അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ്. വീണ്ടും കാണാം.